ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധ സ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാമ്യമാനീൽ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇത് ഇനിയുള്ള 2 ശ്ലോകങ്ങളിലായിട്ട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആ ദക്ഷയാഗത്തെ മുഴുവനും കൂടി ഒന്ന് ചുരുക്കി വളരെ മനോഹരമായി എന്ന വേണ്ട കാര്യങ്ങൾ വിട്ടുപോകാതെ വർണ്ണിച്ചിരിക്കുകയാണ് ഇനിയുള്ള 2 ശ്ലോകങ്ങളിലായിട്ട്. നമുക്ക് നോക്കാം. ദക്ഷസ്തു, ദക്ഷഃ തു ആണ് ദക്ഷസ്തു. ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ദക്ഷന്. ബ്രഹ്മാവിൻ്റെ പെരുവിരലിലെ നഖത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ആ ദക്ഷൻ, പക്ഷെ എന്ന് പറയുമ്പോഴും ദക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമർത്ഥൻ എന്നാണ്. അപ്പോൾ സമർത്ഥനാണ്. ഒപ്പം ഇനി ഒരു ഗുണം കൂടിയുണ്ട്, അതിപ്പോൾ പറയാൻ പോവുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. ദക്ഷസ്തു, ആ ദക്ഷനാകട്ടെ, തു എന്നാൽ ആകട്ടെ, ധാതുരതിലാളനയാ, ധാതുഹു അതിലാളനയാ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ധാതുരതിലാളനയാ. ധാതുഹു എന്ന് പറഞ്ഞാൽ ധാതാവ് ബ്രഹ്മാവ്. ധാതുഹു ബ്രഹ്മാവിൻ്റെ അതിലാളനയാ, അമിതമായ ലാളന കൊണ്ട്. കാരണം തൻ്റെ 10 പ്രജാപതിമാരിലെ പുത്രരായിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ ലാളിച്ചു വളർത്തിയത് ഈ ദക്ഷനെയായിരുന്നു. അതുകൊണ്ട് തന്നെ രജോന്ധോ, രജോ ഗുണങ്ങളായിട്ടുള്ള ഈ കാമക്രോധാദികളുടെ ആധിക്യത്താൽ അന്ധനായി തീരുകയും ചെയ്തു ഈ ദക്ഷൻ. അപ്പോൾ സമർത്ഥനാണ്, അതേസമയം രജോ ഗുണം അല്പം അധികമായിട്ടുണ്ടാവുകയും ചെയ്തു. കാമക്രോധാദികൾ വളരെയേറെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഈ ദക്ഷൻ. അങ്ങനെയുള്ള ആ ദക്ഷൻ നാത്യാദൃതസ്ത്വയി, ന അത്യാദൃതത്വയി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് നാത്യാദൃതസ്ത്വയി. ന എന്ന് പറഞ്ഞാൽ ഇല്ല, അത്യാദൃത എന്ന് പറഞ്ഞാൽ വിനയാദരങ്ങൾ. നമ്മൾ ബഹുമാനിക്കേണ്ടവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ബഹുമാനം നമ്മുടെ ശരീരഭാഷയിലും നമ്മുടെ വാക്കുകളിലും ഉണ്ടാവണം. അപ്പോൾ പറയാം ന അത്യാദൃത, ആ വിനയമോ ബഹുമാനമോ ആദരവോ ഒന്നും തന്നെ ഉണ്ടായില്ല. ത്വയി, ത്വയി എന്നാൽ അങ്ങയിൽ. അല്ലയോ ഭഗവാനെ, അങ്ങയിൽ വലിയ ബഹുമാനമോ ആദരവോ ഒന്നും ആ ദക്ഷന് തോന്നിയില്ല. കാരണം ആ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള, ബ്രഹ്മാവിൻ്റെ പെരുവിരലിൽ നിന്ന് ജന്മം കൊണ്ട, അതേസമയം സമർത്ഥനായിരുന്നിട്ട് കൂടി ബ്രഹ്മാവിൻ്റെ അമിതമായ ലാളന കൊണ്ട് രജോ ഗുണങ്ങൾ അത്യധികം വർദ്ധിച്ചിരുന്ന ആ ദക്ഷന്, അല്ലയോ ഭഗവാനെ, അങ്ങയിൽ അല്പം പോലും ബഹുമാനം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കഷ്ടമശാന്തിരാസീൽ, കഷ്ടം അശാന്തി ആസീത്, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കഷ്ടമശാന്തിരാസീൽ. കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. അതുകൊണ്ട് തന്നെ, കാരണം ഭഗവാനെ ബഹുമാനിക്കാത്ത, ഭഗവാനെ മാനിയാത്ത ആർക്കും തന്നെയും സദ്ഗതി ഉണ്ടായിട്ടില്ല. അഥവാ സദ്ഗതി ഉണ്ടാവുന്നത് അവരുടെ നാശത്തിലേക്ക് കൂപ്പുകുത്തി വീണതിന് ശേഷം അവിടെ നിന്നുമാണ് സദ്ഗതിയിലേക്ക് ഉയരുക. മറിച്ച് ആദ്യം തന്നെ ഭഗവാനെ, അവിടുത്തെ ബഹുമാനിക്കുന്നവർക്ക്, അവിടുത്തെ ഭക്തിയോടുകൂടി സ്മരിക്കുന്നവർക്ക്, അവിടുത്തോട് ഒരു പ്രേമമുള്ളവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവുകയില്ല, വീഴ്ചയുണ്ടാവുകയില്ല, ക്ഷയമുണ്ടാവുകയില്ല. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങയെ ഒട്ടും തന്നെയും ബഹുമാനമില്ലാതെ ഇരുന്ന ആ ദക്ഷന് കഷ്ടം തന്നെ. എന്താ? അശാന്തിഹി,
ശാന്തിയില്ലാത്തവനായി ആസീത് ഭവിച്ചു. ശാന്തിയില്ലാത്തവനായി ഭവിച്ചു. ശാന്തി ഇല്ലെങ്കിൽ പിന്നെ എന്തു സുഖമാണുള്ളത് അല്ലേ? നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ ഭഗവാന്റെയും അർജുൻ്റെയും ആ ഒരു സംവാദത്തിൽ പറയുന്നുണ്ട്, അശാന്തസ്യ കുതസുഖം. ശാന്തിയില്ലാത്തവൻ എവിടെയാണ് സുഖമുണ്ടാവുന്നത്? ഇവിടെ ശാന്തിയില്ല. കാരണം അടിക്കടി പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ദക്ഷനിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ശാന്തിയില്ലാതെയായി തീർന്നു. കഷ്ടം തന്നെ എന്ന് ഇവിടെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഏന എന്നാൽ യാതൊരു അശാന്തി നിമിത്തം. യാതൊരു നിമിത്തം എന്ന് പറഞ്ഞാൽ യാതൊരു അശാന്തി നിമിത്തം വ്യരുന്ധ. വ്യരുന്ധ എന്ന് പറഞ്ഞാൽ ദ്വേഷിച്ചു, അഥവാ ഒരു വിരോധഭാവം ഉള്ളിൽ തോന്നി. അങ്ങനെ അതുകൊണ്ട് തന്നെ, കാരണം എന്താ, ഒട്ടും തന്നെയും ആ ഒരു ബഹുമാനമില്ലാത്തത് കൊണ്ട് തന്നെ അശാന്തികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. സുഖമൊരിക്കലും ഉണ്ടായില്ല ജീവിതത്തിൽ. അങ്ങനെ ആ അശാന്തിയുടെ നടുക്ക് കഴിയുന്ന ആ ദക്ഷന് അതുകൊണ്ട് തന്നെ യാതൊരു അശാന്തി നിമിത്തം ഭഗവാനോട് ആ ഒരു വിരോധഭാവമുണ്ടായോ. സഹ, ആ ദക്ഷൻ, ഇവിടെ ആ എന്ന് പറഞ്ഞാൽ ആ ദക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ ഭവത്തനുമേവ, ഭവത്തനും ഏവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭവത്തനുമേവ. ഭവത്തനും എന്ന് പറഞ്ഞാൽ അവിടുത്തെ തന്നെ അംശമായിട്ടുള്ള, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവിടുത്തെ അംശമായിട്ട് തന്നെയുള്ള ആ ശർവം എന്ന് പറഞ്ഞാൽ ശിവനെ, യജ്ഞേ എന്ന് പറഞ്ഞാൽ യാഗത്തിൽ, ദക്ഷയാഗത്തിൽ, അതിൻ്റെ കഥ പറയാം നമുക്ക്. വൈരപിശുനെ സ്വസുതാമ്യമാനേൽ. വൈരപിശുനെ എന്ന് പറഞ്ഞാൽ, വൈരം എന്ന് പറഞ്ഞാൽ ശത്രുഭാവം. അപ്പോൾ വൈരപിശുനെ, ആ പരമശിവനോടുള്ള ആ ഒരു വൈരത്തെ, ആ ഒരു ശത്രുതാഭാവത്തെ സൂചിപ്പിക്കുന്നതിനായിക്കൊണ്ട് സ്വസുതാം, തൻ്റെ തന്നെ പുത്രിയായിട്ടുള്ള സതീദേവിയെ, ശിവപത്നിയായിട്ടുള്ള സതീദേവിയെ വ്യമാനിച്ച, അപമാനിക്കുകയും ചെയ്തു. ഇവിടെ ദക്ഷയാഗത്തിൻ്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഈ ദക്ഷ പ്രജാപതിക്ക് തൻ്റെ പുത്രിയുടെ പതിയായിട്ടുള്ള, സതീദേവിയുടെ പതിയായിട്ടുള്ള ആ ശിവനോട് ഒരു വൈരാഗ്യബുദ്ധി വരുന്നതിന് 2-3 കഥകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിലൊന്ന്, ആദ്യത്തേത് പറഞ്ഞാൽ, ഒരിക്കൽ പ്രജാപതിമാരുടെയൊക്കെ ഒരു സത്രം നടക്കുന്നു. ആ സത്രവേദിയിലേക്ക് ദക്ഷ പ്രജാപതി, ഈ പ്രജാപതിമാരുടെ എല്ലാം അധിപതിയായിട്ടുള്ള ആളാണ് ദക്ഷ പ്രജാപതി. അങ്ങനെ ഈ ഒരു പ്രജാപതിമാരുടെ യാഗം നടക്കുമ്പോൾ ആ യാഗവേദിയിലേക്ക് ദക്ഷ പ്രജാപതി കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുന്ന ആ ദക്ഷ പ്രജാപതിയെ കണ്ടിട്ട്, നമുക്കറിയാം ആ ഒരു യജ്ഞവേദിയിലേക്ക് മറ്റുള്ളവരൊക്കെ കടന്നു വരുമ്പോൾ, ഇപ്പോൾ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു, ശ്രീഹരി ഭഗവാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കും. അതേപോലെ ബ്രഹ്മാവ് വരുമ്പോഴും എല്ലാവരും എഴുന്നേൽക്കും. അങ്ങനെ ആ ഒരു സത്രവേദിയിലേക്ക് ഇവരൊക്കെ വന്നതിന് ശേഷമാണ് ദക്ഷ പ്രജാപതി വരുന്നത്. അപ്പോൾ ആ സത്രവേദിയിൽ ഇവരെല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ആ വേദിയിലേക്ക് ദക്ഷ പ്രജാപതി കടന്നു വരുമ്പോൾ ബ്രഹ്മാവും ശിവനും ഒഴികെ എല്ലാവരും എഴുന്നേറ്റ് ദക്ഷ പ്രജാപതിയെ വണങ്ങുന്നുണ്ട്. ഇവിടെ ബ്രഹ്മാവ് എഴുന്നേൽക്കാതിരുന്നതിൽ നമുക്ക് അതിശയോക്തി ഒന്നും കാണേണ്ടതില്ല. കാരണം ദക്ഷ പ്രജാപതിയുടെ അച്ഛനാണ്, പിതാവാണ്. അപ്പോൾ മകൻ വരുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിലും തെറ്റില്ല. മറിച്ച് ദക്ഷ പ്രജാപതി ചിന്തിച്ചത്, ത്രിമൂർത്തികളിൽ ഒരുവനായിട്ടുകൂടി തൻ്റെ ആ ശിവൻ്റെ മഹാത്മ്യം, പരമശിവൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ, മഹത്വം വേണ്ട വിധത്തിൽ ഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ തൻ്റെ പുത്രിയായ സതീദേവിയുടെ ഭർത്താവായി മാത്രം കണ്ടുകൊണ്ട് താൻ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കാതെ ഇരുന്ന ശിവനെ
അവിടെ വെച്ച് ദക്ഷ പ്രജാപതി ശപിക്കുകയാണ്. ദക്ഷ പ്രജാപതിക്ക് വളരെയേറെ കോപമുണ്ടായി. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ശ്ലോകത്തിൽ അതൊന്ന് സൂചിപ്പിച്ചു. രജോ ഗുണങ്ങൾക്ക് അധികം വർദ്ധിച്ച ഒരു ഗുണമാണ്, സ്വഭാവമാണ് ദക്ഷ പ്രജാപതിക്കുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ദക്ഷ പ്രജാപതി കുപിതനായിട്ട് ശിവഭഗവാനെ ശപിക്കുന്നുണ്ട്. ഇനി മുതൽ നടക്കുന്ന യജ്ഞങ്ങളിൽ ശിവന് ഹവിർഭാഗം, ശിവൻ്റെ ഭാഗം കിട്ടാതെ പോകട്ടെ എന്ന ഒരു ശാപം കൊടുക്കും. എന്ന് തന്നെയുമല്ല, ഇതൊരു കാരണമാണെങ്കിൽ വേറെയും 1-2 കഥകൾ കൂടി ഈ ഒരു ശിവഭഗവാനോട് ദക്ഷ പ്രജാപതിക്ക് ദേഷ്യം വരാനുള്ള, അല്ലെങ്കിൽ കോപം ഉണ്ടാകാനുള്ള, ഒരു വൈരാഗ്യഭാവം ഉണ്ടാകാനുള്ള കഥകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവും ശിവനും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടാകും. ആ വാക്കുതർക്കം ഉണ്ടാകുന്ന സമയത്ത്, അന്ന് ബ്രഹ്മാവ് പഞ്ചമുഖനായിരുന്നു, 5 മുഖങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു മുഖത്ത് നിന്നും ശിവനോടുള്ള കോപം പ്രകടിപ്പിച്ചത് വല്ലാതെ മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇത് കണ്ട് ശിവൻ കോപിഷ്ഠനായിട്ട് തന്നെ ആ മോശം വാക്കുകൾ പറഞ്ഞ തല പറിച്ചെടുക്കുകയും, എന്നാൽ ആ തല താഴെയിടാതെ തൻ്റെ ഉള്ളംകൈയിൽ തന്നെ വെക്കുകയും ചെയ്തു. കാരണം അത് 4 വേദങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ശിരസ്സാണ്, ഉത്തമാംഗമാണ്. അതുകൊണ്ട് തന്നെ അത് താഴെയിടാതെ തൻ്റെ കയ്യിൽ തന്നെ, അതെൻ്റെ ഉള്ളം കയ്യിൽ അങ്ങനെ സൂക്ഷിച്ചു. അതുകൊണ്ട് അങ്ങനെയാണ് ശിവന് കപാലി എന്നൊരു പേര് വന്നത് എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കപാലം എന്നാൽ തലയോട്ടി. അപ്പോൾ ആ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു കപാലം തൻ്റെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് കപാലി എന്ന് പേരെന്നൊക്കെ നമുക്ക് പുരാണങ്ങളിൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരു ബ്രഹ്മഹത്യാ പാപം കൂടി ശിവൻ ചെയ്തതുകൊണ്ട് ശിവന് യാഗങ്ങളിലൊക്കെ ഒരു അശുദ്ധത കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതായാലും ദക്ഷ പ്രജാപതിക്ക് ഇതും ഒരു കാരണമായിരുന്നു. ശിവൻ അശുദ്ധനാണ് എന്നുള്ള ഒരു കാരണമുണ്ടായി. മറ്റൊരു കഥ പറഞ്ഞു കേൾക്കാറുള്ളത്, ഒരിക്കൽ അത്രി മഹർഷിയുടെ മകനായിട്ടുള്ള ദുർവാസാവ്, അദ്ദേഹം അങ്ങനെ തൻ്റെ ഒരു ധ്യാനത്തിലും പൂജയിലുമൊക്കെ അങ്ങനെ സംപ്രീതനായിട്ട് അങ്ങനെ ഒരു ജംബൂനദത്തിലെ ഒരു തടത്തിൽ അങ്ങനെ സംപ്രീതനായിട്ടിരിക്കുമ്പോൾ സാക്ഷാൽ ജഗദംബികാദേവി തന്നെ തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു പൂന്തേനൊക്കെ ഇങ്ങനെ ഊറി വരുന്ന, അത്രയും വളരെ സുഗന്ധവും ഭംഗിയും ഒക്കെയുള്ള ഒരു പൂമാല ദുർവാസാവ് മഹർഷിക്ക് പ്രസാദമായിട്ട് കൊടുത്തു. അങ്ങനെ ദുർവാസാവ് മഹർഷി ആ ഒരു മാലയും തൻ്റെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് അങ്ങനെ കൊട്ടാരത്തിൽ വന്നപ്പോൾ, ഈ ദക്ഷ പ്രജാപതിയുടെ കൊട്ടാരത്തിൽ വന്നപ്പോൾ ദക്ഷന് ആ ഒരു മാലയോട് വല്ലാത്തൊരു കാമം തോന്നി, ഒരു ആഗ്രഹം തോന്നി. ആദ്യമേ പറഞ്ഞു, ഇവിടെ വർദ്ധിച്ച രജോ ഗുണങ്ങളായിട്ടുള്ള കാമക്രോധാദികൾക്ക് ഇരിപ്പിടമായിരുന്നു ദക്ഷ പ്രജാപതി. ധാതുരതിലാളനയാ, ആ ബ്രഹ്മാവിൻ്റെ അതിലാളന കൊണ്ട്. അപ്പോൾ ഇവിടെ ആ മാല കണ്ടപ്പോൾ തനിക്കത് വേണം എന്നൊരു മോഹമുണ്ടായി. ഏതായാലും ഈ ദക്ഷ പ്രജാപതിക്ക് തോന്നിയ ഈ ഒരു മോഹം മനസ്സിലാക്കിയ ദുർവാസാവ് മഹർഷി തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ ദിവ്യമായ മാലയൂരി ദക്ഷ പ്രജാപതിക്ക് കൊടുത്തു. പക്ഷെ ദക്ഷ പ്രജാപതി, നമുക്കാണെങ്കിലും അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മൂല്യം കുറയുന്നത് പോലെ ഇവിടെ ദക്ഷ പ്രജാപതിക്കും താൻ ആഗ്രഹിച്ച ആ മാല കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ആദരവ് കൊടുക്കാതെ അതിനെ ആ കട്ടിലിൻ്റെ ഉപരിതലത്തിൽ ഇട്ടിട്ട് തൻ്റെ ഭാര്യയുമായി അവിടെ രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ദുർവാസാവ് മഹർഷിക്ക് സഹിച്ചില്ല. അത്യധികം, അല്ലെങ്കിൽ തന്നെ
കോപത്തിൻ്റെ പര്യായമായിട്ട് നമ്മൾ പറയാറുണ്ട് ദുർവാസാവ് മഹർഷിയെ. അങ്ങനെ കോപിഷ്ഠനായ ദുർവാസാവ് മഹർഷിയും ഈ ദക്ഷപ്രജാപതിയെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അതുവരെ ആ ദക്ഷപ്രജാപതിയുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന തൻ്റെ ഇളയ മകളായ സതീദേവിയും പരമശിവനും അവരൊക്കെ വിരോധികളായി ഭവിക്കുന്നു ഈ ഒരു ശാപത്തിൻ്റെ ഫലമായിട്ട്. കാരണം നല്ലതിനെ, സത്വഭാവത്തെ വേണ്ട വിധത്തിൽ ആദരിക്കാൻ കഴിയാതെ പോയ ദക്ഷപ്രജാപതി ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള ആ സാക്ഷാൽ മഹാദേവനെ അല്ലെങ്കിൽ ആ പരമശിവനെയും സതീദേവിയെയും തൻ്റെ മകളായിട്ടുകൂടി ആ വിരോധത്താൽ കൊട്ടാരത്തിൽ നിന്നും ഇറക്കി വിടുന്നു. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ, ഇങ്ങനെ 2-3 കാരണങ്ങൾ കഥകൾ പറഞ്ഞു കേൾക്കാറുണ്ട് ദക്ഷപ്രജാപതിക്ക് ശിവനോടുള്ള ഒരു കോപത്തിൻ്റെ, ഒരു വൈരാഗ്യഭാവത്തിൻ്റെ അടിസ്ഥാനമായിട്ട്. എന്തായാലും ശരി, അങ്ങനെ ശിവന് ഹവിർഭാഗമൊക്കെ നിഷേധിച്ചു. ഇങ്ങനെ പല യാഗങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ദക്ഷപ്രജാപതി ഈ ഒരു പ്രജാപതിമാരുടെ സത്രവേദിയിൽ വെച്ച് തന്നെ അപമാനിച്ച ശിവനെ തിരിച്ചു തനിക്കും അപമാനിക്കണം എന്ന് തോന്നിയിട്ട് ശിവൻ ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചു. അതിൽ ഈ സതീദേവിയെയും പരമശിവനെയും മാത്രം ക്ഷണിച്ചില്ല. അവരെ ഒട്ട് അറിയിച്ചതുമില്ല ഇങ്ങനെ ഒരു യജ്ഞം നടക്കുന്ന കാര്യം. അങ്ങനെ ഇരിക്കെ കൈലാസത്തിൽ വെച്ച് ശിവഭഗവാനും പാർവതീദേവിയും കൂടി അവിടെ മറ്റുള്ള മഹർഷിമാരൊക്കെ, അങ്ങനെ ആകാശചാരികളായിട്ടുള്ളവരൊക്കെയും അങ്ങനെ ദക്ഷപ്രജാപതിയുടെ യജ്ഞത്തിന് പോകുന്നു. ഇത് കണ്ടപ്പോൾ സതീദേവിക്കൊരാഗ്രഹം, തൻ്റെ പിതാവിൻ്റെ ആ യജ്ഞത്തിൽ തനിക്കും ഭാഗഭാക്കാകണം എന്നൊരു ആഗ്രഹം. അപ്പോൾ പരമശിവൻ പറയുന്നുണ്ട്, വേണ്ട സതീദേവി, നമ്മളെ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയതാണ് ഭവതിയുടെ പിതാവ്, അതുകൊണ്ട് വേണ്ട, പോകണ്ട, പോയാൽ അവിടത്തേക്കും അപമാനം ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞെങ്കിലും സതീദേവി അപ്പോൾ പറയുന്നുണ്ട്, അച്ഛന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ നടത്തുന്ന ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ മക്കൾക്ക് ക്ഷണക്കത്ത് നൽകേണ്ടതില്ലല്ലോ, അറിഞ്ഞ് സഹകരിക്കുകയല്ലേ വേണ്ടേ, ആ ഒരു യജ്ഞം അത് വിജയിപ്പിക്കുകയല്ലേ മക്കളുടെ ധർമ്മം എന്ന് പറഞ്ഞിട്ട് സതീദേവി പരമശിവനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. പരമശിവൻ പോകുന്നതുമില്ല. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ദക്ഷപ്രജാപതി സതീദേവിയെ, തൻ്റെ മകളായ സതീദേവിയെ ആ വേദിയിൽ വെച്ച് അപമാനിക്കുന്നു. ഇതിൽ കോപിച്ചിട്ട് സതീദേവി ആ തൻ്റെ പിതാവിൻ്റെ യാഗശാലയിൽ തന്നെ അഗ്നിയിൽ ചാടി സ്വയം മരിക്കുന്നു. ഇത് അറിഞ്ഞ ശിവഭഗവാന് അത്യധികം കുപിതനായിട്ട് തൻ്റെ ജട പറിച്ച് നിലത്തടിക്കുകയും അങ്ങനെ അതിൽ നിന്നും ഭദ്രകാളിയും അതേപോലെ തന്നെ വീരഭദ്രനും ഉണ്ടാവുകയും അവരെ ഈ ദക്ഷനോടുള്ള തങ്ങളുടെ നാഥനായിട്ടുള്ള ആ ശിവഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ഈ വീരഭദ്രനും ഭദ്രകാളിയും രണ്ടുപേരും കൂടി ആ ദക്ഷൻ്റെ യജ്ഞശാലയിൽ എത്തുകയും അവിടമാകെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ദക്ഷൻ്റെ ഗളച്ഛേദം നടത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഇതിങ്ങനെ വല്ലാതെ ഈ വീരഭദ്രനും ഭദ്രകാളിയും കൂടി അവിടെ അങ്ങനെ ആ യജ്ഞശാലയാകെ തകർക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒക്കെ കൂടി ശിവനെ തന്നെ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു. കാരണം ഇത് ശിവൻ്റെ ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ ശിവൻ്റെ സൃഷ്ടികളായിട്ടുള്ള വീരഭദ്രനും ഭദ്രകാളിയുമാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നത്. അവരെ ശമിപ്പിക്കണമെങ്കിൽ, അവരുടെ ആ കോപത്തെ ശമിപ്പിക്കണമെങ്കിൽ ശിവഭഗവാന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിവഭഗവാനെ സമീപിച്ചു. അങ്ങനെ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശിവനെ സ്തുതിച്ച് ശിവഭഗവാനെ ശാന്തനാക്കാൻ ശ്രമിച്ച ആ ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ സംപ്രീതനായിട്ട് ശിവഭഗവാൻ തൻ്റെ ആ വീരഭദ്രൻ്റെയും ഭദ്രകാളിയുടെയും ഒക്കെ കോപത്തെ ശമിപ്പിച്ച് അവരെയും ശാന്തമാക്കി.
പക്ഷെ ഇപ്പോഴും ഒരു പ്രശ്നം അവശേഷിച്ചു. ദക്ഷൻ്റെ ശിരസ് ഛേദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ദക്ഷനെ ജീവിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ആ ദക്ഷ പ്രജാപതിയുടെ തന്നെ ശിരസ് കണ്ടെത്താൻ കഴിയാതെ അതുപോലും ആ ഭദ്രകാളിയും വീരഭദ്രനുമൊക്കെ അത്രമാത്രം അത് നശിപ്പിച്ചത് കൊണ്ട് തന്നെ മറ്റൊരു ആടിൻ്റെ ശിരസ് ദക്ഷൻ്റെ തലയിൽ ഗളത്തിന് മുകളിൽ വെച്ചു കൊടുക്കുകയും അങ്ങനെ ദക്ഷനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഭഗവാൻ അതിനുശേഷം സംപ്രീതനായിട്ട് ദക്ഷനെ, അഹങ്കാരമൊക്കെ ശമിച്ച ദക്ഷനെ വീണ്ടും പ്രജാപതിമാരുടെ അധിപതിയാക്കി അവരോധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഒരു അനുഗ്രഹം കൊണ്ട് ആ ദക്ഷ പ്രജാപതിക്ക് തൻ്റെ പ്രജാപതിമാരുടെ അധിപതി എന്നുള്ള സ്ഥാനം പോലും തിരിച്ചു കിട്ടി അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ഇതാണ് ആ ദക്ഷയാഗത്തിൻ്റെ ചുരുക്കം, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കഥയുടെ സംഭവങ്ങളുടെ ഒരു ചുരുക്കം. ഇനി ബാക്കി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഈ ഒരു ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കാം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധ സ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാമ്യമാനീൽ. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ധാതുരതിലാളനയ, ധാതു രതിയല്ല, ധാതുഹു അതിയാണ്. അപ്പോൾ അതിലാളനയ, രായ്ക്ക് അകാരം കൊടുക്കുക. അടുത്തത് നാത്യാദൃത, നാത്യാദൃത ആണ്, അതും ശ്രദ്ധിക്കുക. അടുത്തത് കഷ്ടം അശാന്തിരാസീൽ, അവിടെ മായ്ക്ക് അശാന്തി ആയതുകൊണ്ട് തന്നെ അകാരം കൊടുക്കുക. അതുപോലെ ഭവത്തനുമേവ ശർവം, ഭവത്തനുമേവ അല്ല, ഏവ ആണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വൈരപിശുനേ സ്വസുതാം, അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി പറയാമെന്ന് കരുതുന്നു. ദക്ഷഃ തു ധാതുഹു അതിലാളനയാ രജോന്ധഃ നാത്യാദൃത ത്വയി ച അശാന്തിഃ ആസീത് കഷ്ടം യേന സഹ ഭവത്തനുമേവ ശർവം യരുന്ധ വൈരപിശുനേ യജ്ഞേ സ്വസുതാം യമാനീത് ച. ഒന്നുകൂടി പറയാം. ദക്ഷഃ തു ധാതുഹു അതിലാളനയാ രജോന്ധഃ നാത്യാദൃത ത്വയി ച അശാന്തിഃ ആസീത് കഷ്ടം യേന സഹ ഭവത്തനും ഏവ ശർവം വ്യരുന്ധ വൈരപിശുനേ യജ്ഞേ സ്വസുതാം വ്യമാനീത് ച. ഇവിടെ ഭഗവാന്റെ വലിയൊരു മഹത്വമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എത്ര അഹങ്കാരം എത്രമാത്രം വർദ്ധിച്ചാലും ആ അഹങ്കാര ഭാവത്തെ എല്ലാം ഭഗവാൻ നശിപ്പിച്ച് ഒടുവിൽ സാത്വിക ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്തു. ഇവിടെ ദക്ഷനെ പോലും അല്ലേ, രജോ ഗുണത്താൽ അന്ധനായിരുന്നു, എന്നിട്ടു പോലും ഭഗവാൻ ആ അഹങ്കാരത്തെ എല്ലാം ഒടുവിൽ ശമിപ്പിച്ച് വീണ്ടും നഷ്ടപ്പെട്ട പദവി, ആ ഒരു പ്രജാപതിമാരുടെ അധിപതിയായിരിക്കാൻ അനുഗ്രഹം കൊടുത്ത് ഭഗവാൻ അവിടെ സംരക്ഷിച്ചു. ഹരേ കൃഷ്ണ.